BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കാലങ്ങളായി UDFന്റെ ഉറച്ച കോട്ടയായ തിരൂരങ്ങാടിയിൽ ഇത്തവണ പോരാട്ടം കനക്കുകയാണ്. UDFനായി PMA സമീറും LDFനായി അജിത് കൊളാടിയും കളത്തിലിറങ്ങുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം. മണ്ഡലത്തിലെ രാഷ്ട്രീയ ചരിത്രവും പുതിയ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് സാധ്യതകളും ഒന്ന് പരിശോധിച്ചു നോക്കാം. പൊന്നാനി മണ്ഡലം ഒഴികെയുള്ള വർഷങ്ങളായി മുസ്ലിം ലീഗിന്റെ കടുത്ത കോട്ടയായി നിൽക്കുകയാണ് തിരൂരങ്ങാടി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് തിരൂരങ്ങാടി. മലപ്പുറം ജില്ലയിലെ AR നഗർ, തേഞ്ഞിപ്പലം, മൂന്നിയൂർ, പരപ്പനങ്ങാടി, തിരൂരങ്ങാടി, വള്ളിക്കുന്ന്, പെരുവള്ളൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് തിരൂരങ്ങാടി നിയമസഭാ മണ്ഡലം. 2001-ലും 2006-ലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ കുട്ടി അഹമ്മദ് കുട്ടിയാണ് MLA ആയി അധികാരത്തിലുണ്ടായിരുന്നത്. ശേഷം 2011-ലും 2016-ലും PK അബ്ദുറബ്ബ് MLA ആയി. 2011-ൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു PK അബ്ദുറബ്ബ്. പിന്നീട് 2021-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ KPA മജീദ് മത്സരിച്ച് വിജയിച്ചു. ഇത്തവണ UDFന് വേണ്ടി തിരൂരങ്ങാടിയിൽ കളത്തിലിറങ്ങുന്ന PMA സമീറാണ്. LDFൽ നിന്നും അജിത് കൊളാടി മത്സരത്തിനിറങ്ങുന്നുണ്ട്. NDA സ്ഥാനാർത്ഥിയായി റിജു C രാഘവും കളത്തിലിറങ്ങുന്നുണ്ട്. 204 പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. ആകെ 2,22,792 വോട്ടർമാർ മണ്ഡലത്തിലുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 51% അഥവാ 1,13,015 വോട്ടർമാരും പുരുഷന്മാരാണ്. 1,09,776 സ്ത്രീ വോട്ടർമാരും ഒരു ട്രാൻസ്ജെൻഡർ വോട്ടറുമാണ് ഉള്ളത്. 2020-ലെ കണക്കുകൾ നോക്കുമ്പോൾ 43.5% വോട്ടുകളാണ് LDFന് തിരൂരങ്ങാടിയിൽ കിട്ടിയത്. 50% വോട്ടോടെയാണ് UDF വിജയിച്ചത്. 5.7% വോട്ടുകൾ BJPക്ക് നേടാനായിട്ടുണ്ട്. 2016-ലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ LDFന് 42.3%, UDFന് 46.7%, 6% BJPക്കും എന്നിങ്ങനെയാണ് വോട്ട് കണക്ക്. LDFനെ സംബന്ധിച്ച് കഴിഞ്ഞ 15 വർഷങ്ങളിൽ വോട്ടിംഗ് ശതമാനം കൂട്ടിക്കൊണ്ടുവന്ന മണ്ഡലമെന്ന പ്രതീക്ഷയും തിരൂരങ്ങാടിയിലുണ്ട്. BJPക്ക് വോട്ടിംഗ് ശതമാനം കുറവാണെങ്കിലും സ്ഥിരമായ വോട്ടിംഗ് ശതമാനം തിരൂരങ്ങാടിയിലുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടി ആരോടൊപ്പം നിൽക്കുമെന്ന് കണ്ടറിയാം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.